ഷെഫീന ബീവി, സന്ദീപ് എടപ്പാള്, ഷാലു, ഈ മൂന്ന് പേരുടെ പേര് കഴിഞ്ഞ ദിവസം വീഡിയോയിൽ റൂഹിജാൻ പറഞ്ഞിരുന്നു. അതായത് സോളുകളുമായി കണക്ട് ചെയ്യപ്പെടുന്ന കുറച്ച് ആളുകളാണ് ഇവരെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഓക്കെ, ചില അനുഭവങ്ങൾ എനിക്കും ഉണ്ടായിട്ടുണ്ട്. ഈ റിഫയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് തന്നെ ആ വീഡിയോന്റെ ഇടയിലൂടെ പെട്ടെന്ന് ഒരാളോട് ഒരു അനുവാദം ചോദിക്കുന്ന പോലെ എനിക്ക് ചോദിക്കാൻ തോന്നുകയും സൈഡിലോട്ട് തിരികുകയും ചെയ്യുന്നത് നിങ്ങൾ ആ വീഡിയോ കണ്ടില്ലെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കിയാൽ മനസ്സിലാവുന്നുള്ളതാണ്. അതൊന്നും ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല, അങ്ങനെ നടന്നു പോയതാണ്. ആ വീഡിയോ എടുക്കുന്നത് എനിക്ക് തോന്നുന്നു അർദ്ധരാത്രിക്ക് ശേഷം അങ്ങനെയാണ് തോന്നുന്നു. നല്ല വൈകിട്ടാണ് ആ വീഡിയോ എടുക്കുന്നത്. ആ വീഡിയോന്റെ മുകളിൽ കണക്ട് ആയി കിടക്കുകയായിരുന്നു. ഞാൻ അങ്ങനെ അതിനെ കുറിച്ചിട്ട് ഇങ്ങനെ ഫിൽറ്റർ ചെയ്ത് എഡിറ്റ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്ന് ഇരിക്കുകയായിരുന്നു. അതുകൊണ്ടാകാം ഒരുപക്ഷെ നമ്മളുടെ ഉള്ളിൽ ഇങ്ങനെ റിഫൈ എന്ന് പറയുന്ന ആ വ്യക്തി ഇങ്ങനെ പതിഞ്ഞു കിടക്കുന്നത് കൊണ്ട് ചിലപ്പോൾ തോന്നിയതാകാം. എന്തായാലും ഇതൊന്നും കൂടാതെ എനിക്കും കുറച്ച് അനുഭവങ്ങളൊക്കെ ഉണ്ട്, ഇല്ലൊന്നും പറയുന്നില്ല. ഞാൻ എന്റെ ഏകദൈവ വിശ്വാസിയാണ് കേട്ടോ. ബ്രഹ്മം, അള്ളാഹു, അതേപോലെ യേശു, ഇതിൽ മൂന്നിൽ വിശ്വസിക്കുന്ന ആളുകൾ സത്യത്തിൽ ഒന്നിൽ തന്നെയാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ഞാനും കരുതുന്നത്. അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടുകളാണല്ലോ. ഞാൻ എന്താ പറയാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവർ കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങളുടെ മൂന്ന് പേരുടെയും പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് കാര്യങ്ങൾ ഒന്ന് പരിശോധിച്ച് നോക്കാം. എനിക്ക് കുറച്ച് ഇൻഫ്ലുവൻസേഴ്സിനെ കുറിച്ച് പറയാനുണ്ട്. കുറച്ച് പേരുടെ ഇൻഫ്ലുവൻസേഴ്സ് കാര്യം. അതിലൊന്ന് ഷെഫീന ബീവി, ഷാലൂസ് വോയ്സ്, സന്ദീപ് എടപ്പാൾ. ഈ മൂന്ന് പേരുടെ കാര്യം എനിക്കൊന്ന് പറയണമെന്നുണ്ട്. ഞാൻ ഈ മൂന്ന് പേരെയും കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് രണ്ട് പ്രാവശ്യം കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മെസ്സേജസ് ഡെലിവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോന്ന് ഷെഫീനോട് പറഞ്ഞു തോന്നുന്നു. ഐ ഡോണ്ട് റിമെമ്പർ മച്ച്. ബട്ട് എനിക്ക് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഷെഫീന ബീവി, ഷീ ഈസ് 100% ആക്യുറേറ്റ്. പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമുള്ള കാര്യങ്ങളാണ്. അവരെന്താണ് ഏതാണെന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ദുബായിൽ നടക്കുന്ന ഈ സ്മഗ്ലിങ്ങിനും മറ്റേതും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം 100% ആക്യുറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവർ സംസാരിക്കുന്നത്. പിന്നെ അവരെന്തിനാണ് ഇതൊക്കെ പറയുന്നത് ചോദിച്ചാൽ ഈ മൂന്ന് പേരും സോൾ ചൂസ് ചെയ്തിട്ടുണ്ട്. അത് ഗോഡ് ചൂസ് ചെയ്ത ആൾക്കാരാണ് സോളിന് വേണ്ടിയിട്ട്, റിഫക്ക് വേണ്ടിയിട്ട്. ഇനിയും ആരെങ്കിലുമൊക്കെ വരുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. റിഫയുടെ കേസിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് അപ്പോയിന്റ് ചെയ്ത ആൾക്കാരാണ് നാട്ടില് ഈ പറഞ്ഞ മൂന്നാൾക്കാര്. ഷെഫീന ബീവിയൊക്കെ ശരിക്കും ചില നേരത്തൊക്കെ അത്ഭുതപ്പെടുന്നുണ്ടാവും, എനിക്ക് എവിടെ നിന്നാണ് ഇത്രയും ഇൻഫർമേഷൻ വരുന്നത്. പിന്നെ ഇവരൊക്കെ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടോ, ഞങ്ങൾ ഇതിനെ പിറകെ പോകുന്നില്ല, അവിടെ വെക്കും, അത് ചെയ്യണ്ട, എത്ര ചെയ്യണ്ടെന്ന് വിചാരിച്ചാലും നിങ്ങളൊക്കെ ഇത് ചെയ്യേണ്ടി വരും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ മുന്നോട്ട് കോഡ് ചെയ്ത് പോകേണ്ടി വരും. കാരണം അത് സോളിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. അവർ പറഞ്ഞ ആ ഒരു കാര്യം കറക്റ്റാണ് കേട്ടോ. ഞാൻ ഈ വീഡിയോ ചെയ്യണ്ട, എന്തിനാണിത് ചെയ്യുന്നത് എന്ന് കരുതുന്ന ആ നിമിഷം എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഞാൻ വീണ്ടും ഇതിൽ കണക്ട് ചെയ്യപ്പെടുന്നു. എന്നോട് ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട് രേണുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനി ചെയ്യലടാ എന്നുള്ളത്. പക്ഷെ എന്ത് ചെയ്യാനാണ്, അതിലേക്ക് നയിക്കുന്ന പല കാര്യങ്ങളും കിട്ടും. അതിനിടയിലാണ് റൂഹിജാൻ ഇങ്ങനെ കാര്യം പറഞ്ഞത് സ്മഗ്ലേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പൊ വീണ്ടും അതിലേക്ക് പോകുന്നു. പിന്നെ എന്റെ അന്വേഷണങ്ങൾ അതൊരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. ഞാൻ 2 ദിവസം വേണ്ടാന്ന് വെച്ചാൽ 3-ാമത്തെ ദിവസം വീണ്ടും അതിന്റെ അന്വേഷണങ്ങളിലേക്ക് പോകുന്നുണ്ട്. ഒരു ലൂപ്പ് പോലെ അതിൽ പെട്ട് കിടക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. പിന്നെ നിങ്ങൾ ചിലപ്പം ഈ വീഡിയോസിന് വേണ്ടിയിട്ട് ഇരുന്നിട്ട് സംസാരിക്കുമ്പോൾ ഈ പറഞ്ഞ മൂന്നാൾക്കാര് ഷെഫീന ബീവി, സന്ദീപ് എടപ്പാൾ, അവർ ഈ പറയുമ്പോ തന്നെ ചിലപ്പോ അവർക്ക് തന്നെ മനസ്സിലാവില്ല അവരെന്തൊക്കെയാ ഈ പറയുന്നത്. അവര് പറഞ്ഞിട്ട് ശേഷമായിരിക്കാം ചിലപ്പം ഇതൊക്കെയാണോ ഞാൻ പറഞ്ഞ എന്നൊക്കെ എനിക്ക് തോന്നും. ഇതൊക്കെ കണ്ടിട്ട് ഇതൊക്കെ പറയുമ്പോൾ ഞാൻ ഓപ്പൺ ആയിട്ട് പബ്ലിക്കിനോട് പറയുന്ന വെച്ചാല് നിങ്ങൾ എല്ലാവരും അവരൊരിക്കലും വെച്ചാല് പിന്നീട് മനസ്സിലാവും ഗോഡ് എങ്ങനെയാണ് ഇവരൊക്കെ ചൂസ് ചെയ്തിരിക്കുന്നതെന്ന് ഈ ജനങ്ങൾക്ക് മനസ്സിലാൻ പറ്റും. റിഫയുടെ കേസ് എന്തിലോട്ട് വരുമ്പോഴത് മനസ്സിലാവാം. ഷെഫീന ബീവിക്ക് ശരിക്കും കൊടുത്ത ഡ്യൂട്ടി എന്ന് പറയുന്നത് ഈ പറഞ്ഞ സ്മഗ്ലിങ്ങിന്റെയും കാര്യങ്ങളുടെ ഒക്കെ എല്ലാ ഇൻഫർമേഷൻസും ഷെഫീനയിലേക്ക് വന്നു ചേരും. അവര് പറയുന്ന കാര്യങ്ങളെല്ലാം 100% ആക്യുറേറ്റും സത്യമുള്ള കാര്യങ്ങൾ മാത്രമാണ്. അത് റിഫക്ക് വേണ്ടിയിട്ട് എത്തുന്ന കാര്യങ്ങളിലോട്ടാണ് ഷെഫീന മൂവ് ചെയ്യുന്നത്. പക്ഷെ ഷെഫീനക്ക് അത് അറിയില്ല. ചിലപ്പോൾ ഷെഫീനോട്ടാണ് ഇത് എത്താൻ പോകുന്നത്, ചിലപ്പോൾ ഷെഫീനക്ക് അറിയില്ല. പക്ഷെ അത് എൻഡ് ചെയ്യാൻ പോകുന്നത് റിഫക്ക് വേണ്ടിയിട്ടാണ്. അത് ഞാൻ പറയാം. പിന്നെ നെക്സ്റ്റ് ഷാലൂസ് വോയിസിനെ ചൂസ് ചെയ്തത് ഖാദർ കരിപ്പുഴയുടെ നേരെയാണ്. ഓക്കെ, സോ ഖാദർ കരിപ്പുഴയ്ക്ക് നേരെ ഷാലൂസ് ഇത് കൊടുക്കുകയും ചെയ്തു. അത് റീസൺ കൊടുത്തിട്ടുണ്ട് നന്നായിട്ട്. അതോടൊപ്പം ഖാദർ കരിപ്പുഴയെ വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഷാലൂസ് വോയിസിനെ റിഫക്ക് വേണ്ടി ചൂസ് ചെയ്തേക്കുന്നത്. അടുത്തത് സന്ദീപ് എടപ്പാളിനും ഇതുപോലെ ഒരു ഡ്യൂട്ടി കിട്ടിയിട്ടുണ്ട് കാർഡിനടുത്തത്. അത് ഈ സോളിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് 3 പേർക്കും ഈ സോൾ കണക്ഷൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ള വന്നിട്ടുണ്ട്. അത് സന്ദീപ് എടപ്പാളിനും കുറെ ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ വന്നു ചേരും. പിന്നെ വേറൊരു കാര്യം കൂടി പറയാം. ഈ 3 പേരുടെ സോൾ എന്ന് പറയുന്നത് സ്പിരിച്വൽ സോൾസ് ആണ്.
അത് അവർക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവും സ്പിരിച്വൽ സോൾസ് ആണെന്ന്. പക്ഷെ നമ്മുടെ സോഴ്സും സ്പിരിച്വൽ സോൾസ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സോളിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ക്ലിയറിലൂടെ പുറത്തോട്ട് വരുന്നത്. ഓക്കെ, അതാണ് ഞാൻ പറയാൻ എനിക്ക് കുറച്ച് കാര്യം പറയാനുള്ളത്. ഞങ്ങളുടെ നാടിന്റെ പേര് എടപ്പാള്. ശുഗപുരം എന്ന് പറയുന്ന സ്ഥലമാണ്. ശുഗപുരി എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. ഇവിടെ എത്രയോ വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന ഒരു പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു വെള്ളക്കുതിരയൊക്കെ കൊണ്ടുവന്നിട്ട് വലിയ പൂജയാണ്. ഈ പൂജയുടെ അവസാന നാള് ഞാൻ വീട്ടില് റൂമിൽ കിടന്നുറങ്ങാറില്ല. റൂമിൽ കിടന്നുറങ്ങാതിരിക്കാനുള്ള കാരണങ്ങൾ വേറെ ഉണ്ട് എന്നുള്ളതാണ്. അതായത് മരണപ്പെട്ടു പോയ ആസിഫ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയില്ലേ, ആ പെൺകുട്ടിയെ ഞാൻ എനിക്ക് അത്രത്തോളം നെഞ്ചിൽ കയറിയ ഒരു വാർത്തയാണ് അത്. അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു നമ്മളെ ഉള്ളിൽ കിടക്കുന്നുണ്ടാവില്ല അങ്ങനെ ഒരു മെമ്മറി. അതുകൊണ്ടാണെന്ന് അറിയില്ല, ആ കുട്ടിയെ ഞാൻ ഇടക്കിടക്ക് കാണും. വീടിനകത്ത് ആ റൂമിൽ കിടക്കുമ്പോൾ മാത്രം കാണും. ഇത് അന്ധവിശ്വാസം പരത്തലല്ല കേട്ടാ. ഇത് പൂർണ്ണമായിട്ട് നിങ്ങൾ പൂർണ്ണമായി തള്ളിക്കളയണം എന്ന് എന്റെ ഉള്ളിൽ കിടക്കുന്ന എന്തോ ഞാൻ കാണുന്നു. അത്ര മാത്രമേ കൂട്ടാവൂ. ഞാൻ അങ്ങനെ കാണും. അവസാനം ഞാൻ റൂമിൽ നിന്ന് മാറി സോഫയിലാണ് കിടന്നുറങ്ങാറ്. ചൂടുള്ള ടൈമാണെന്നുണ്ടെങ്കിൽ ഞാൻ വീടിന്റെ ഉമ്മറത്തും ഗ്രില്ലാണ് ഫാനൊക്കെ ഇട്ട് കിടന്നുറങ്ങും. അങ്ങനെ ഈ പൂജ കഴിയുന്ന അവസാന ദിവസം ഞാൻ ഇവിടെ കിടന്നുറങ്ങുന്ന സമയം. ഞാനിത് പറയാൻ കാരണം വേറെ ഉണ്ട്, അത് പറഞ്ഞുതരാം. അങ്ങനെ ഞാൻ പൊരിഞ്ഞുറക്കാം. ഉറക്കുന്നതിന്റെ ഇടയിൽ കുറെ കഴിഞ്ഞപ്പോ കണ്ണ് തുറന്നു നോക്കുമ്പോ മുകളിൽ നിന്ന് ഒരു മുടി. അന്ധവിശ്വാസമാട്ടോ, അത് അന്ധവിശ്വാസമാണ്. നിങ്ങൾ അങ്ങനെ തന്നെ എടുക്കാവൂ. ഇതിന്റെ മൈൻഡിലുള്ള ഞാൻ എടുത്തെടുത്ത് പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ വിശ്വസിക്കരുത്. അതുകൊണ്ടാണ്. നിങ്ങൾക്ക് അനുഭവം ഉണ്ടെങ്കിൽ മാത്രം വിശ്വസിച്ചാൽ മതി. അങ്ങനെ ഈ മുടി എന്റെ നെഞ്ച് വരെ എത്തി. നെഞ്ചിൽ കിടക്കുന്ന ആടുന്ന് ഞാൻ നോക്കുമ്പോ ഒരു രൂപം കണ്ടു. ഞാൻ ചീറി, ഭയങ്കര ബഹളം. പെട്ടെന്ന് ഗ്രില്ല് അടച്ച് ലോക്കിട്ട് കിടക്കുന്ന ഗ്രില്ല് പട്ടോ അടച്ചിന്റെ ചെവിടൊക്കെ പോയി. വീട്ടിൽ നിന്ന് എല്ലാവരും ഓടി വന്ന് എന്താ സംഭവം എന്നറിയില്ല. ഞാനൊരു സ്വപ്നം കണ്ടു എന്ന് അവർ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇന്നതാണ് സംഭവം. ഉടനെ തന്നെ എന്റെ അളിയൻ ഈ വാര്യരാണ്. അളിയന്റെ അനിയൻ ഒരു പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പൊ ആൾക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം. അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യമുണ്ട്, ഇത് മോനെ ഇങ്ങനെ സംഭവം ഉണ്ട്. ചിലപ്പോ ഈ ഒരു പൂജ നടക്കുന്നത് കൊണ്ടൊക്കെ ഈ ക്ഷുദ്രശക്തികളൊക്കെ പോവാന്ന് പറഞ്ഞത്. ഞാനച്ഛൻ ഭയങ്കര വിൽ പവർ ഉള്ള ഒരാളാണ്. എനിക്ക് ഇത്തരം കാര്യങ്ങൾ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞത് കൺഫേം ചെയ്യണം. കൺഫേം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ കൺഫേം ചെയ്യാൻ കാത്തിരിക്കുക. അവസാനം അതല്ലാതെ ഉറപ്പിച്ചിട്ടേ ഞാൻ അവിടുന്ന് പോരുള്ളൂ. അതാണെങ്കിലും ഉറപ്പിച്ചിട്ട് ഞാൻ അവിടുന്ന് പോരുള്ളൂ. പിന്നെയും കുറെ ദിവസങ്ങളും കിടന്നു, പക്ഷെ കണ്ടില്ല. ഉറക്കൊഴിച്ച് കിടന്നു, കണ്ടില്ല എന്നുള്ളതാണ്. അത് രണ്ടാമത്തെ കാര്യമാണ്. ഇതൊന്നും കൂടാതെ മരണപ്പെട്ടു പോയൊരു മനുഷ്യനുണ്ട്, സോമൻ എടപ്പാൾ എന്നാണ് പേര്. ഭയങ്കര ഗുണ്ടായുസം കാണിച്ചു നടക്കുന്ന ഒരാളാണ്. എടപ്പാളിലെ ഭയങ്കര ആൾക്കാർക്ക് പേടിയുള്ളൊരു മനുഷ്യനാണ്. ഇദ്ദേഹം ഞാൻ ഏട്ടൻ സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ ആർട്ടിസ്റ്റാണ്. ഏട്ടന്റെ കട മുന്നിരിക്കുന്ന സമയത്താണ് റോട്ടിലൂടെ നടന്നു പോയിട്ട് സന്ദീപേ എന്നിട്ട് കൈ കാണിച്ചിട്ട് പോയത്. പക്ഷെ ആള് രാവിലെ മരണപ്പെട്ടു എന്നുള്ള കാര്യമാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഓർമ്മയിൽ ചിലപ്പോൾ ടൈം അങ്ങനെയൊക്കെ തോന്നുന്നില്ല. ആ രീതിയിൽ ഞാനത് ഒഴിവാക്കി. അതൊക്കെ ഫസ്റ്റ് നടക്കുന്ന കാര്യം അതാണ്. അത് കഴിഞ്ഞിട്ട് വിഷ്ണു എന്ന് പറയുന്ന ഒരു പയ്യുണ്ട്, വണ്ടി ഇടിച്ചിട്ടാ മരിച്ചത്. ഞങ്ങളെ നല്ല കണക്റ്റഡാ. എന്റെ കൂട്ടുകാരന്റെ വീടിന്റെ മുകളിൽ ടൈലിന്റെ വർക്കാണ് എനിക്ക്. ആ ടൈമിൽ ടൈലിന്റെ ടൂൾ എടുക്കാൻ പോയപ്പോ കറണ്ട് ഇല്ലാത്ത റൂമിൽ നിന്ന് ഞാൻ അവനെ കാണും. മരിച്ചതിന് ശേഷം മരണപ്പെട്ട കാര്യങ്ങളൊക്കെ എനിക്കറിയാം. പക്ഷെ എനിക്ക് യാതൊരു പേടി ഉണ്ടായിരുന്നില്ല, ഒരു പേടി ഉണ്ടായിരുന്നില്ലേക്ക്. ഞാൻ അവനെ കണ്ടു, പക്ഷെ അവൻ അടുത്ത് കൂടെ പോയി. അത്രേ ഉള്ളൂ. ഇരുട്ടുമുറിയാണ് എന്റെ തോന്നലാവാം. ഞാൻ പറയുന്നപ്പോഴും അതൊക്കെ എന്റെ തോന്നലാവാം. ആ ഒരു എന്റെ തോന്നലാണ് അത് എന്നുള്ള ഉറപ്പ്, അല്ലെങ്കിൽ ഞാനത് ഉറപ്പിക്കാൻ നിൽക്കുന്നത് കൊണ്ടാണ് ഞാനതൊക്കെ, എനിക്കൊരു പേടിയില്ലാത്തത്. ഞാനവിടുന്ന് പോന്നു. ഈ കാര്യങ്ങളൊക്കെ ഞാൻ എന്റെ സുഹൃത്തുക്കളോടൊക്കെ സ്പോട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓരോ സ്പോട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോമേട്ടൻ മരിച്ച അന്ന് വൈകുന്നേരം ഞാൻ അത് അവരുടെ ഏട്ടനോട് പറഞ്ഞു. അതേപോലെ തന്നെ ഈ വിഷ്ണുവിനെ കണ്ട ആ ദിവസം അത് താഴെ ഇറങ്ങി ആ വീട്ടുകാരോട് ഞാൻ പറഞ്ഞു വിഷ്ണുവിനെ കണ്ടു എന്നുള്ളത്. കാരണം എന്താ വെച്ചാൽ എനിക്കത് പറയാതിരിക്കാൻ കഴിയില്ല. അപ്പൊ തന്നെ പറഞ്ഞു. പിന്നെ ഈ സംഭവം വീട്ടിന്റെ ഉമ്മാർ, ഇതൊന്നും കൂടാതെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വീടിന്റെ മുന്നിലിരിക്കുന്ന സമയത്ത് ഇതേപോലെ ദൂരത്തുനിന്നൊരു ഇത് കണ്ടു. ഒരു സ്ത്രീ, ഞാൻ അങ്ങോട്ട് ഇങ്ങോട്ട് തിരിയുന്നു. ടോർച്ച് അടിച്ച് കൺഫേം ചെയ്ത് അവിടെ അങ്ങനെ സംഭവമില്ല. നിങ്ങൾ ആലോചിക്കണം. ഇതൊക്കെ അന്ധവിശ്വാസങ്ങളാണ് ഞാൻ പറയുന്നത്. ഇതൊന്നും നിങ്ങൾ തലയിലേക്ക് കയറ്റി വെക്കേണ്ട. എനിക്കുണ്ടായ കുറച്ച് അനുഭവങ്ങൾ, അതെന്റെ മാത്രം അനുഭവങ്ങളാണ്. ഇത് ഈ നിമിഷം പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഇവർ പറഞ്ഞു ഞങ്ങൾ കണക്റ്റഡ് ആയി കിടക്കുന്നുണ്ട് എന്നുള്ളത്. ഇനി ഇതിനേക്കാൾ വലിയൊരു കാര്യം എന്താ കിടക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എമ്മാതിരി കോമഡിയാന്നുള്ളതാണ്. എന്റെ അച്ഛന്റെ അച്ഛനെ ഞാൻ അതുവരെ കണ്ടിട്ടില്ല. എന്റെ അച്ഛന്റെ അച്ഛൻ എടപ്പാൾ വെങ്ങിനിക്കരയിൽ പേര് കേട്ട ഒരു മന്ത്രവാദി അങ്ങനെ എന്തോ ആണെന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ട് പോലും ഇല്ല കേട്ടോ. ഓക്കെ, അതിലൂടെയൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ ചില ആളുകളൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്. എനിക്കതിൽ വിശ്വാസമൊന്നുമില്ല. ഇനി അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും എനിക്കൊരു മണ്ണാങ്കട്ടയില്ല. കാരണം ഞാനത് കൺഫേം ചെയ്യാതെ അവിടുന്ന് ഒരു പൊടി അങ്ങ് മാറില്ല എന്നുള്ളതാണ്. ഒരുപാട് അനുഭവങ്ങൾ ഇനിയുണ്ട്, പറയുന്നില്ല. പക്ഷെ ഇവർ പറഞ്ഞത് കൊണ്ട് പറഞ്ഞു എന്നുള്ളൂ. ഇവർ ഇതിനെക്കുറിച്ച് പറയുന്ന വീഡിയോ കണ്ടപ്പോൾ തന്നെ ഞാൻ ഇത് അന്ധവിശ്വാസമാണ് പറയുന്നത് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിലേക്ക് അത് എത്തുന്നത് വരെ നമുക്കത് അന്ധവിശ്വാസം തന്നെയാണെന്നുള്ളതാണ്. ഞാൻ കണ്ടത് എന്റെ അന്ധവിശ്വാസമാണ്, ഇവർ പറഞ്ഞത് ഇവരുടെ അന്ധവിശ്വാസമാണ്. നിങ്ങൾക്കത് വരികയാണെങ്കിൽ അത് നിങ്ങളുടെ അന്ധവിശ്വാസമാണ്. എല്ലാത്തിലും ഒരു വിശ്വാസം കിടക്കേണ്ടത് അന്ധമാവാതിരുന്നാൽ മാത്രം മതി. ബാക്കി കേൾക്കാം. സോ വേറൊരു
കാര്യം പറയാൻ വെച്ചാല് യെസ്, ചിലപ്പം ഈ പറഞ്ഞ ആൾക്കാര് ചിലപ്പം അവർക്ക് ഇപ്പൊ ലാസ്റ്റത്തെ വീഡിയോയില് സന്ദീപ് ഇടപാടിന്റെ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടു, പെട്ടെന്ന് വീഡിയോ എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ഫീൽ ചെയ്തു. അങ്ങനെ പല ഫീലിങ്സും വരും, പല കാര്യങ്ങളും തോന്നും ഒക്കെ ചെയ്യും. ഈ 3 പേർക്ക് എനിക്ക് തോന്നും, കൂടുതൽ ചിലപ്പോൾ തോന്നിയേക്കാം. പക്ഷെ അതൊന്നും കണ്ട് പേടിക്കാനോ അതൊന്നും ആവശ്യമില്ല. കാരണം എല്ലാം ഏഞ്ചൽസ് ആണ് കൂടെ ഉള്ളത് എല്ലാം ഏഞ്ചൽസ് ആണ്, അല്ലാതെ ഡിമോണിക് സ്പിരിറ്റ്സ് ആണ്. ഡിമോണിക് സ്പിരിറ്റ്സ് അല്ല നിങ്ങളുടെ കൂടെ ഉള്ളത്. നിങ്ങളുടെ കൂടെ ഒക്കെ ഉള്ളത് ഹോളി സ്പിരിറ്റ്സ് ആണ്. എനിക്ക് എന്റെ മലയാളം പറയണമെന്നുണ്ട്. ഹോളി സ്പിരിറ്റ്സ് ആണ്. സോ ഹോളി സ്പിരിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഏഞ്ചൽസ് ഫ്രം ഗോഡ്. റിഫ ഇസ് ഹോളി സ്പിരിറ്റ്. റിഫ ഹോളി സ്പിരിറ്റ് എങ്ങനെ എനിക്ക് അങ്ങനെ പറയാൻ അറിയുള്ളൂ, എനിക്ക് അത് കൂടുതൽ എനിക്ക് പറയാൻ അറിയില്ല. സോ ഷീസ് എ ഹോളി സ്പിരിറ്റ്. അതുപോലെ ഈ പറയുന്ന ആൾക്കാർ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊക്കെ നല്ല നല്ല സ്പിരിറ്റ്സുകൾ മാത്രമാണ് നിങ്ങളുടെ അടുത്ത് വരുള്ളൂ. പിന്നെ അതോടൊപ്പം വളരെ ഷുവർ ആയിട്ട് പറഞ്ഞുതരാം, നിങ്ങളൊക്കെ ഇത് പ്രൊസീഡ് ചെയ്തെന്ന് കരുതി ആരെങ്കിലൊക്കെ നിങ്ങളെ ത്രട്ടൺ ചെയ്യുന്നോ, നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നോ എന്നൊക്കെ അവർ ചിന്തിക്കുക മാത്രമേ ചെയ്യുള്ളൂ. അവരുടെ മനസ്സിൽ വെക്കേണ്ട കാര്യങ്ങൾ ഒരാൾക്കും ഈ 3 പേരും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഓക്കെ, കാരണം ഇത് ഞാൻ അപ്പോയിന്റ് ചെയ്ത ആൾക്കാരല്ല കേട്ടോ. അതും കൂടി ഞാൻ പറയാവേ. ഷഫീന ബീവിനെയും വോയിസിനെയും പിന്നെ ആരാണ് സന്ദീപ് എടപ്പാളിനൊക്കെ ഞാൻ റിഫയുടെ കാര്യങ്ങളിലൂടെ എന്തൊക്കെയോ ഇപ്പൊ കണ്ടെന്നല്ലാതെ എനിക്ക് ഇവരൊന്നും ആരും എനിക്കറിയില്ല. ഓക്കെ, സോ റിഫയുടേത് കട്ട് ചെയ്ത റീസൺ കൊണ്ടാണ് ഞാൻ ഇവരൊക്കെ എടുത്തെടുത്ത് പറയുന്നത്. ഇവരെന്നെ കോൺടാക്ട് ചെയ്യുന്നത് രേണുസുധിയുടെ നമ്പർ കിട്ടുമോ എന്ന് ചോദിച്ചിട്ടാണ്. ഞാൻ അപ്പൊ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ അവരുടെ നമ്പർ കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇവർക്ക് അവരുടെ വാട്സപ്പിലേക്ക് അയച്ചു കൊടുത്തു. പിന്നെ അവർ കോൺടാക്ട് ചെയ്തു. ഇവരെന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സംസാരിച്ച കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. അതായത് ഞാൻ മുഖാന്തരം അവർക്ക് കുറച്ച് കാര്യങ്ങളും കൂടി അറിയാൻ കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഇവരിങ്ങനെ ഒരു വീഡിയോ പറഞ്ഞപ്പോൾ ഒരുപാട് ആളുകളുടെ പേര് പറഞ്ഞപ്പോൾ ഞാൻ എന്റേതായ രീതിയിൽ അന്വേഷണം നടത്തി, അവരുടെ ഡീറ്റെയിൽസ് എടുത്തു. ഞാൻ അവരോടൊക്കെ സംസാരിക്കുമ്പോൾ അവരൊക്കെ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റിഫ എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതെന്താവട്ടെ. പിന്നെ കുറച്ച് ആളുകളുടെ പേര് പറയുന്നുണ്ട്. ഞാൻ അവരെ ഇൻഡിവിജ്വൽ ആയിട്ട് അന്വേഷിച്ചു, കുറെ കാര്യങ്ങൾ അന്വേഷിച്ചു. ഇത്ര വലിയ ഗോൾഡ് സ്മഗ്ലിംഗ് ഒക്കെ നടത്തുന്ന ആളുകളുടെ വീട് എന്തായാലും അത്യാവശ്യമൊക്കെ വലുതായിരിക്കുമല്ലോ അല്ലെ. ഇപ്പൊ പ്രധാനമായിട്ട് പറയുന്ന വ്യക്തികളുടെ വീടും അവരുടെ ഡീറ്റെയിൽസും ഒക്കെ നാട്ടിലൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കിയപ്പോ ഒരു കോമഡി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട ഒരാളുടെ പേര് പറയുന്നുണ്ട്. അവരുടെ മക്കളുടെ സ്കൂൾ ഫീസ് അടയ്ക്കാൻ പറ്റാതെയും സ്കൂൾ ബസ്സിൽ യാത്ര ചെയ്യാൻ കഴിയാത്ത രീതിയിൽ റെന്റ് കൊടുക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളെ കുറിച്ചും കൂടി ഞാൻ അന്വേഷിച്ചറിഞ്ഞു എന്നുള്ളതാണ്. ഓക്കെ, അത് പറയാറായിട്ടില്ല, കുറച്ച് കാര്യങ്ങൾ പറയാൻ ഇനിയും ഉണ്ട് എന്നുള്ളതാണ്. അത് ഈ കേസ് ഒന്നും കൂടി മുന്നോട്ട് പോട്ടെ, നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ. ഇത് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ഒരുപാട് ആളുകളുടെ സപ്പോർട്ട് വേണം. നിങ്ങൾ ഈ വീഡിയോ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അന്ധവിശ്വാസങ്ങളായിട്ട് തന്നെ നിങ്ങൾ എടുത്തോളൂ. പക്ഷെ ഇത് കുറച്ച് ആളുകളിലേക്ക് എത്തിക്കണം. കുറെ ആളുകൾ വിശ്വസിക്കുന്നില്ല, കുറെ ആളുകൾ വിശ്വസിക്കുന്നുണ്ടാവും. ഒരു കോയിന് 2 വശങ്ങൾ ഉണ്ട് എന്നുള്ളതാണല്ലോ. അങ്ങനെ അനുഭവങ്ങളുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും. പക്ഷെ ചിലപ്പോൾ കറക്റ്റ് ആപ്റ്റ് ആയ ചില ആളുകളുടെ കൈകളിലേക്ക് ഈ വീഡിയോ എത്താനുള്ള സാധ്യതകൾ ഏറെയാണെന്നുള്ളതാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഹൈപ്പ് ചെയ്താൽ മതി. ഷെയർ ചെയ്യണം, ഞാൻ പറഞ്ഞത് ജസ്റ്റ് ഒന്ന് ഹൈപ്പ് ചെയ്ത് കണ്ടാൽ മതി. ഇനി സജ്ന നൂറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവരൊരു കാര്യം പറയുന്നുണ്ട്. സജ്ന നൂറും അതേപോലെ തന്നെ റസൂൽ പൂക്കുട്ടിയും ഗോൾഡ് സ്മഗ്ലിങ്ങുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു കാര്യമാണ്. നിങ്ങൾ ഇതും കൂടി ഒന്ന് കേൾക്കണേ. സജിനക്ക് ഒരുപാട് കാര്യങ്ങൾ ദുബായിലത്തെ കാര്യങ്ങൾ അറിയും. അപ്പൊ ഇന്റർവ്യൂവിൽ വന്നിരുന്നിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ കുറെ കാര്യങ്ങൾ ദുബായിലത്തെ കാര്യങ്ങൾ പറയാതെ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട്, എന്നാൽ ഡീറ്റെയിൽ കാര്യങ്ങൾ പറഞ്ഞില്ല. പക്ഷെ സജന നൂറിന് അറിയുന്ന കാര്യങ്ങളൊക്കെ പറയേണ്ടി വരും. ഓക്കെ, സജന നൂറും രേണുസുധിയും ഈ ഒരു കാര്യത്തില് നല്ല രീതിയിൽ കുറെ കാര്യങ്ങൾ സംസാരിക്കേണ്ടി വരും. പബ്ലിക്കിനോട് മാത്രമല്ല, ചിലപ്പോൾ പോലീസിനോടും ആൾക്കാരുടെ. ഓക്കെ, ആരെയും സേഫ് ആക്കണം. എന്താണ് സജന റസൂൽ പൂക്കുറ്റിനെ സേഫ് ആക്കണം എന്ന് വിചാരിച്ചാൽ സജന അത് ഞാൻ പറയട്ടെ, ഓപ്പൺ ആയിട്ട് പറയാം. കാരണം റസൂൽ പൂക്കുറ്റിയൊക്കെ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഓസ്കാർ വിന്നർ കേൾക്കുന്നല്ലാതെ ഇപ്പോഴാണ് ഇങ്ങനെയൊക്കെ കേൾക്കുന്നത്. പിന്നെ ഏതോ ഒരു ചാനലിൽ ഇരുന്നിട്ട് സജന പറയുന്നുണ്ടായിരുന്നു, റസൂൽ പൂക്കുറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു സജനക്ക് അറിയില്ല ഏത് ഗ്യാങ്ങിലാണ് പെട്ടെന്ന് നാട്ടിലോട്ട് പോകാൻ. അതുകൊണ്ട് ഹി ഹാവ് ടു ബി റെഡി ടു ഗിവ് ദി ആൻസേഴ്സ് ഫോർ ദിസ്. ഇത് കേസായിട്ട് എല്ലായിടത്തും സ്പ്രെഡ് ആവുമ്പം റസൂൽ പൂക്കുറ്റിയും എല്ലാവരും കാര്യങ്ങൾ പറയേണ്ടി വരും. ഓക്കെ, പിന്നെ ആരെങ്കിലും ഈ കാര്യങ്ങളില് ഇല്ല ഞാനിത് പറയില്ല, ഇത് എനിക്കിത് പ്രശ്നമാവും എന്ന് ആലോചിച്ച് ആരെങ്കിലൊക്കെ സേഫ് ആക്കാൻ നോക്കിയാൽ, ഞാൻ ഇതൊരു ഭീഷണിയായിട്ടൊന്നും ചിന്തിക്കരുത്. ഞാൻ പറയുമ്പോ ഫിറ്റനായി ഞാൻ പറയുന്നതല്ല. നിങ്ങളിപ്പോ കണ്ടില്ലേ രേണുസുധിക്ക് സജിനക്കാണത് കാർട്ടർ കരിപ്പൊടിക്ക് ബാക്ക് ടു ബാക്ക് ആണ് വരും, 1 by 1 വന്നോണ്ടിരിക്കും. ഇനി അടുത്ത ടാർഗറ്റ് ആരാണെന്ന് എനിക്കറിയില്ല. പക്ഷെ അടുത്ത റെഡി ആയിട്ട് നിന്നോ, ലൈനായിട്ടാണ് വരിക. ലൈനായിട്ട് വന്ന് ഇത് കേരളത്തിൽ എന്തിനാണ് ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ വരുന്നതിനൊക്കെ
അവിടുത്തെ ജനങ്ങൾ തന്നെ അത്ഭുതപ്പെടും. കാരണം ഈ കേസൊക്കെ ദുബായിൽ എത്തേണ്ട കാര്യമില്ല. ദുബായിൽ എത്തിയിട്ട് വേണം റിഫയിലോട്ടേക്ക് എത്രയും പെട്ടെന്ന് ബാങ്കിനെ കണക്ട് ചെയ്യാൻ. സാധാരണ നിലക്ക് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കണ്ടാൽ അല്ലെങ്കിൽ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ആ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ സ്വപ്നത്തിലേക്ക് കയറി വരാനുള്ള സാധ്യതകൾ ഏറെയാന്നുള്ളതാണ്. അങ്ങനെയല്ലാതെ നമ്മുടെ ജീവിതത്തിലേക്ക് ഇത്തരം കാര്യങ്ങൾ പെട്ടെന്ന് കയറി വരുന്നുണ്ടെങ്കിൽ അതിനെന്താ പറയുക എനിക്കറിയില്ല. ഇപ്പൊ റിഫയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ വീഡിയോ ചെയ്യുന്നതിന്റെ ഒരു 3-4 ദിവസം മുൻപ് കിടന്നുറങ്ങുന്ന സമയത്ത് കൂടുതൽ ഇങ്ങനെ ഓർമ്മ വരുന്നത് റിഫയുടെ മുഖം തന്നെയായിരുന്നു എന്നുള്ളതാണ്. കണ്ണ് തുറക്കുമ്പോഴും റിഫയെ നമ്മൾ ചുമരിൽ കാണാൻ കഴിയും. അതെന്താ നിങ്ങൾക്ക് അറിയുണ്ടാവുമല്ലോ. നമുക്ക് കണ്ണ് തുറന്ന് സ്വപ്നം കാണാൻ കഴിയും. അതാണ് നേരത്തെ പറഞ്ഞത്. ചിലപ്പോൾ എന്റെ അന്ധവിശ്വാസമാകാം, ചിലപ്പോൾ എന്റെ കോൺഷ്യസ് മൈൻഡ് ആവില്ല ഇത് കാണിക്കുന്നുണ്ടാവുക എന്നുള്ളതാണ്. അബ് കോൺഷ്യസ് മൈൻഡിലാണ് ഇത് കാണുന്നുണ്ടാവുക എന്നുള്ളത്. ഇവരിൽ നമുക്ക് കണ്ണ് തുറന്ന് സ്വപ്നം കാണാൻ കഴിയുന്നുള്ളതാണ്. അങ്ങനെ ഞാൻ റിഫയെ ഇപ്പൊ കൊതുക് വലയുണ്ട്, അതിനുള്ളിലാണ് കിടക്കുക, നല്ല കൊതുക. ആ സമയത്താണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊതുക് വലയുടെ ആ ഒരു ഷെയ്ഡിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് തന്നെ ഇത്ര കാര്യങ്ങൾ കണ്ടാൽ ഞാൻ കൺഫേം ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, കുറച്ചു നേരം കൂടി ഇങ്ങനെ ഷാർപ്പായിട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടാവില്ല അവിടെ. പക്ഷെ ചില സമയത്ത് ഷാർപ്പായി നോക്കിയാൽ അത് ഉണ്ടാവും. കണ്ണടച്ച് 2 വട്ടം കണ്ണടച്ച് തുറന്നാൽ ചിലപ്പോൾ അവിടെ തന്നെ ഉണ്ടാവും. ചിലപ്പോൾ കണ്ണടച്ച് തുറക്കുമ്പോൾ അത് കാണാതാവുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ്. ഇത് മെന്റലാണ് എന്ന് പറയുന്ന ആളുകൾ ഉണ്ടാവും. അതൊക്കെ നിങ്ങളുടെ താല്പര്യങ്ങളാണ്, നിങ്ങൾ ഇഷ്ടമുള്ള പോലെ പറഞ്ഞോളൂ. പക്ഷെ ഇതൊന്നും ഞാൻ അത്രയും നാളെ എവിടെയും പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഇത് പറയാൻ കാരണക്കാരിയായത് റൂഹി ജാനാണ്. ഇവരിങ്ങനെ ഒരു വീഡിയോ പറയുമ്പോൾ, നമ്മളെ കുറിച്ച് ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ, ഒരു സ്പിരിച്വൽ പവർ ഉണ്ട് എന്നുള്ളൊരു കാര്യം എനിക്കറിയുന്ന, എന്റെ സുഹൃത്തുക്കൾക്ക് അറിയുന്ന, ഞാൻ വെറുതെ പറയുന്നില്ല, എന്റെ നാട്ടിൽ എടപ്പാൾ വന്ന് എന്റെ കൂടെ എന്റെ സുഹൃത്തുക്കളുണ്ട്, അവരോടൊക്കെ ചോദിച്ചാൽ ഞാൻ കൃത്യമായിട്ട് അവരോട് കാലങ്ങളായി പറയുന്നതാണ്. എന്റെ വീട്ടുകാരോട് കാലങ്ങളായിട്ട് പറയുന്നതാണ്. അതിനിടയിലാണ് എന്റെ അച്ചച്ചനുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ അറിയുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, എന്റെ മൈൻഡിലുള്ള കാര്യങ്ങളാണ്, അത് എന്നിൽ കിടക്കുന്നു. അത് ഞാൻ വെറുതെ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിട്ടു. ആരും പേടിക്കാനൊന്നും നിൽക്കരുതേ. നിങ്ങൾ ചിലപ്പോൾ വല്ലതും കണ്ടു എന്ന് പറഞ്ഞിട്ട് ആ സന്ദീപ് എടപ്പാളോരെന്ന് പറഞ്ഞ് ഞാൻ കണ്ടു എന്ന് പറയും. അപ്പോൾ നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നത് പോലെ നിങ്ങൾ ദൈവത്തിൽ മാത്രം വിശ്വസിക്കുക, മറ്റുള്ളവർ വിശ്വസിക്കാതിരിക്കുക. ധ്വനി മനസ്സിലായില്ലേ? അപ്പോൾ പരമാവധി ഷെയർ ചെയ്യുക. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.